ഞാനീ റെഡി ആയിട്ട് നിൽക്കുന്നത് എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. വല്യമ്മയുടെ വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ നക്ഷമോനുണ്ട്. നക്ഷമോൻ കണ്ടില്ലേ, ആദ്യമേ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ട് ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ അഞ്ചു ആണെങ്കിൽ മുറ്റത്ത് മഴ പെയ്യണതിന് വീട്ടിലേ കുട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് എന്താണാവോ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് നല്ല മഴ പെയ്ത് തോർന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സൈഡ് സീറ്റിൽ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളിയാണില്ലേ. എന്നാൽ ഇത്തവണ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നക്ഷമോനും ഉണ്ട്. നക്ഷമോനാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയ കുറേ പാട്ടുകൾ അവിടെ ഇരുന്ന് പാടുന്നുണ്ട്. അല്ല നമ്മളത് നമ്മുടെ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. വല്യമ്മയുടെ വീട്ടിലേക്ക് പോണ വഴിയുണ്ടോ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാണ്ട്. വല്യമ്മ ചില്ലറക്കാരി ഒന്നല്ല, സ്വന്തമായിട്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി. വല്യമ്മയുടെ വീടാണെങ്കിൽ ഇപ്പോൾ വീട് താമസം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെ ബാക്കിയുണ്ട്. ഇതിന് തൊട്ട് മേലെയായിരുന്നു കേട്ടോ അവരാദ്യം താമസിച്ചിരുന്ന വീട്. ആ കാണുന്ന വീടാണേ. പിന്നെ നമ്മൾ അഞ്ജുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ തറവാട്ടിക്ക് വിട്ടിട്ടുണ്ട്. അവിടെ നിന്നൊന്നും ഇഷ്ടമാകാതെ നമ്മൾ നേരെ ട്രെൻഡ്സിൽ പോയി. അവിടെ പോയപ്പോൾ ചെറുതായി ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ അത്രയേ ഉള്ളൂ.